സർ, കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് അടുത്ത വർഷം അവസാനം വരുമ്പോഴേക്കും ഇപ്പൊ തന്നെ ഇടയ്ക്ക് റോഡുണ്ട്, അടുത്ത വർഷം അവസാനത്തേക്ക് നാഷണൽ ഹൈവേ പുതുക്കി അതിൽ 6 വരെ പാതയിൽ വരാൻ കഴിയുന്നതിന്റെ അടിസ്ഥാനം ഈ പണമാണ്. 6000 കോടി ഇതിൽ നിന്നാണ് കൊടുത്തത്. സർ, ഇപ്പോഴത്തെ മലയോര പാതയും തീരദേശ പാതയും സർ ഒരിക്കലും ചിന്തിച്ചിരുന്നോ? പിന്നെ ഈ ഗവൺമെന്റ് കിഫ്ബിയുടെ പദ്ധതി അല്ലെങ്കിലും റീബിൽഡ് കേരളയിലുള്ളതാണ്. കുട്ടനാട്ടിലെ 700 കോടിയോളം വരുന്ന ചങ്ങനാശ്ശേരി ആലപ്പുഴ പാത, ഇത്തരം എല്ലാ പ്രവർത്തനങ്ങളും ഇതേ വേഗത്തിൽ നടക്കുമായിരുന്നു എന്നാണോ വിചാരിക്കുന്നത്? സർ, കിഫ്ബി പദ്ധതിയുടെ ഇപ്പൊ ഇതാകെ അങ്ങ് തകർക്കാനുള്ള ശ്രമമാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനൊരു കാര്യം കൊണ്ടുവന്നത് ശരിയല്ല എന്നുള്ളതാണ് പറയാനുള്ളത്. സർ, കിഫ്ബി വരുമാനദായകമായ പദ്ധതികൾ വേണമെന്നുള്ളത് കിഫ്ബിയുടെ നേരത്തെയുള്ള കാഴ്ചപ്പാടിലുള്ളതാണ്, അതിനകത്ത് സംശയമൊന്നുമില്ല. പക്ഷെ ഇവിടെ കിഫ്ബിയുടെ കാര്യങ്ങൾ എങ്ങനെയാണ് സാർ അട്ടിമറിക്കപ്പെട്ടത്? സാർ, ഇതിനകത്ത് നേരത്തെ തന്നെയുള്ള ഇതിനകത്ത് വരുമാനദായക പദ്ധതിയുണ്ട്. 75,000-ലധികം കോടി രൂപയുടെ വർക്കുകൾ വരുമ്പോൾ ലാൻഡ് അക്വിസിഷൻ ചോദിച്ചു ബാക്കി കാര്യങ്ങൾ ഒക്കെ ഉണ്ട്. പക്ഷേ കിഫ്ബി എടുക്കുന്ന സമയത്ത് പറഞ്ഞ പോലെ കാര്യങ്ങൾ എത്തുന്നു എന്നുള്ള സന്തോഷത്തിലാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുള്ള ചർച്ച. അന്ന് പറഞ്ഞു ഇത് ഞങ്ങൾ അന്നേ പറഞ്ഞില്ലേ തകർന്നു പോകും. വാസ്തവത്തിൽ അന്ന് ഞങ്ങൾ പറഞ്ഞ ആരോപണം അന്നത്തെ പ്രതിപക്ഷ നേതാവ് BJP പ്രസിഡന്റ്, സംസ്ഥാന പ്രസിഡന്റ് പറയുന്നത് പോലെ, രാവിലെ പറയുന്നത് പോലെ, നിയമസഭ എന്ന് പറയുന്നതൊക്കെ അന്നേ ആരോപണം ഞങ്ങൾ ഉന്നയിച്ചതാണ്. അതേപോലെ ഇപ്പൊ അതുപോലെ വന്നല്ലോ എന്ന തരത്തിലാണ് അങ്ങ് പറയുന്നത്. സാർ, ഈ കിഫ്ബിയുടെ കാര്യത്തിനകത്ത് ഈ ആനുറ്റി പദ്ധതി പോലെ ഒരു കാര്യമായിരുന്നല്ലോ ആലോചിച്ചത്. അതായത് പല റോഡുകളും ഇപ്പൊ ആനുറ്റിയുണ്ട്, പിന്നീട് പണം കൊടുത്തായി അടയ്ക്കും. പക്ഷെ അതിന് മൊത്തം നമ്മുടെ കടത്തിനകത്ത് പെടുത്തുന്നതിലേക്ക് വന്നു എന്നുള്ളതുകൊണ്ടാണല്ലോ ഇപ്പൊ ഈ പ്രശ്നം വന്നത്. സാർ, ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് വന്നിട്ടുള്ള നഷ്ടങ്ങളുടെ ഒരു കണക്ക് വാസ്തവത്തിൽ ഒന്ന് മനസ്സിലാക്കണ്ട സാർ. സാർ, ഇവിടെ മറ്റു പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും ഞാൻ പറയുന്നില്ല, മാന്ദ്യകാലത്താണ് നമ്മൾ ഇത് തുടങ്ങുന്നത്. സാർ, ബോറോയിങ്ങിന്റെ പരിധിക്കകത്ത്, നെറ്റ് ബോറോയിങ്ങിനകത്ത് 3% ഇന്ന് കടമെടുക്കാനുള്ള തീരുമാനം വന്നല്ലോ. സാർ, അതിന്റെ ഭാഗമായിട്ട് നമ്മൾ കിഫ്ബിയും കൂടി ഇതിനകത്ത് പെടുത്തിയതിന്റെ ഭാഗമായി ഇതുവരെ 2016 മുതൽ ഇങ്ങോട്ട് 91,617 കോടി രൂപ സാധാരണഗതിയിൽ നമുക്ക് അതുവരെ ഉണ്ടായിരുന്ന കടമെടുക്കാൻ പറ്റില്ല. കഴിഞ്ഞ 6 വർഷം കൊണ്ട് 91,617 കോടി രൂപ പോയി. സർ, 2022 സാമ്പത്തിക വർഷം ഈ ഗവൺമെന്റ് വന്നതിന്റെ അടുത്ത വർഷം 15,895 കോടി രൂപയാണ് സാർ നമ്മുടെ ബോറോയിങ്ങിൽ നിന്ന് വെട്ടിക്കുറച്ചത്. എത്ര വലിയ തുകയാണ് സാർ. സാർ, 2016 മുതൽ 2023 വരെ സംസ്ഥാനത്തിന് പലതരത്തിൽ ഇങ്ങനെ കിട്ടാനുള്ള കടത്തി കുറവെന്ന് ഏറ്റവും കൂടുതൽ ഈ സമയത്താണ് വന്നത്. അതുകൊണ്ടാണ് സാർ നമ്മൾ ഈ NHAIയുടെ ഉദാഹരണം ഉൾപ്പെടെ കാണിച്ചുകൊണ്ട് സുപ്രീം കോടതി പോയത്. സുപ്രീം കോടതി ഏതായാലും പ്രതിപക്ഷം പറഞ്ഞ ആ ന്യായമല്ല അംഗീകരിച്ചത്. സുപ്രീം കോടതി പറഞ്ഞത് ഇതിനകത്ത് എന്തോ ഒരു ഗ്രൗണ്ട് ഉണ്ട്, ഈ ആർട്ടിക്കിൾ 293 ലംഘനമാണ്, NHAI പദ്ധതി പോലെയൊക്കെയുള്ള കാര്യങ്ങൾ അനുസരിച്ചിട്ട് എടുക്കാവുന്നതിന്റെ പ്രശ്നം നമ്മൾ പറഞ്ഞു. നമുക്ക് ഈ വെട്ടിക്കുറച്ച ശരിയല്ല എന്നുള്ള തോന്നൽ കൊണ്ടാണല്ലോ ഇപ്പോൾ അത് കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിന് വിട്ടിട്ടുള്ളത്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിന് വിട്ട് കേരളത്തിന് അനുകൂലമായിട്ട് കാര്യങ്ങൾ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് പരിശോധിക്കാൻ പോകുമ്പോൾ വീണ്ടും ഇവിടെ വന്നിട്ട് ആർഗ്യൂ ചെയ്ത് അതിനു മുമ്പ് തന്നെ അത് തോൽപ്പിക്കാൻ ശ്രമിക്കരുത്. കാരണം ഈ കാര്യങ്ങളൊക്കെ എല്ലാ സ്ഥലത്തും നടന്ന നേട്ടങ്ങളുടെ ഭാഗമായിട്ട് അങ്ങയുടെ അല്ലെങ്കിൽ പ്രതിപക്ഷ മണ്ഡലങ്ങളിലും വന്നതിന്റെ കണക്കെന്തെങ്കിലുണ്ട്, അതൊരു ഔചിത്യമല്ല എന്നുള്ളതുകൊണ്ടാണ് ഓരോ മണ്ഡലങ്ങളിലുമുള്ള കണക്കുകൾ ഞാൻ എടുത്തു പറയാത്തത്.